ഹലോ ഗായ്സ്, വെൽക്കം ടു ദ ഷർട്ട് വ്ളോഗ്സ്. കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ചെറിയ ഇതുണ്ടായിരുന്നു, ചെറിയ ജോലി തിരക്കും വീടിന്റെ പണിയൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയ ബിസിയായി പോയി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്ന് ക്രിസ്മസിന്റെ ഒരു സെലിബ്രേഷനെ പോലെ വേളിയിൽ പോകാൻ വേണ്ടി പോകാം. പയ്യന്മാർ വിളിച്ച്, ഫ്രണ്ട്സ് എല്ലാം വിളിച്ച്, അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ സെറ്റപ്പാണ്. ഇതാണ് എൻ്റെ ഗ്രാൻഡ് മദർ, അമ്മൂമ്മ ഹായ് കൊടുക്ക. അമ്മൂമ്മ ഹായ്. ഓക്കെ, അപ്പം നമ്മൾ പോണത് വേളിയിലാണ്. വെട്ടുകളാണെന്ന് പിടിയില്ല, അങ്ങോട്ട് പോവാം. അപ്പം ബാക്കി വളച്ച് കാണാം. ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പം അങ്ങനെ നമ്മൾ എൻ്റെ കസിനെയും കൂടെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അവനും കൂടെ ഉണ്ട്. അപ്പം അവൻ്റെ അവിടെ നിന്ന് പയ്യൻ പറയട്ടെ. ഓക്കെ, ബാക്കിയെല്ലാം ഓരോന്നായിട്ട് മാക്സിമം നല്ല പോലെ ചെയ്യാൻ നോക്കാം. ഓക്കെ, നല്ല പോലെ ചെയ്ത് നോക്കാം. നമ്മുടെ വീട്ടിൽ പോയിട്ട് ചെയ്യാം. ചെക്കനെ പൊക്കി, ചെക്കൻ്റെ കാലൊന്നും ഫുട്ബോൾ കളിച്ച് ഇച്ചിരി സീനായിട്ടിരിക്കുക. വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ തന്നെയായിട്ട് വീഡിയോ ഒക്കെ എടുത്തുള്ളത്. അല്ലയാ, ഒരു ഹായ് പറയാ. അപ്പം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാ. എൻ്റെ കാലിനെ പറ്റി എന്തെങ്കിലും. കാലിനെ പറ്റി കാല് നല്ല വേദനയുണ്ട്. ചിക്കനെ കാല് കാണിച്ചു തന്നുണ്ട്. പക്ഷെ അതൊക്കെ പൊക്കി കാണിക്കില്ല. കാല് ശരിയാവുള്ള എത്ര 2 ആഴ്ച അല്ലേ? 2 ആഴ്ച റെസ്റ്റ്. ആ വയ്യാത്ത കാലെ പിടിച്ച് പൊക്കി കൊണ്ട് കിടക്കാൻ വന്നിരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടല്ലേ പോണത്? നമ്മളാ പെരുമാതുറ. അപ്പൊ ചിലവ് ഫുള്ള് നീയാണോ അതോ പങ്കരാണോ? വണ്ടി നോക്കി പെരുന്നാൾ പോയിട്ട് ബാക്കി ഇതായിട്ട് എവിടെ പോകുന്നു? എനിക്ക് തോന്നണേ ഉച്ച കഴിഞ്ഞാൽ പിന്നെ കോസ്റ്റൽ ഏരിയയില് നമ്മളെ ട്രിവാൻഡ്രം തന്നെ എത്ര അടിപൊളിയായിട്ട് ന്യൂ ഇയർ ആഘോഷിക്കണം. ക്രിസ്മസ് ന്യൂ ഇയർ. അതെ, ന്യൂയോർക്കിലെ ജെയിലി എന്ന് പറഞ്ഞ പയ്യനാണ് അതേ കോസ്റ്റ്യൂമില്. കോസ്റ്റ്യൂം ആദ്യം അവന്റേതാണ്, എക്സ്ചേഞ്ച് ചെയ്തതാ. ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്താ എന്റേതാണ്. എന്ത് ഡ്രസ് ഇട്ടാലും ചേരും. റേറ്റ് പോയിരുന്നെങ്കിലേ വെടിയെത്തിട്ട് 56 ആളുകൾ ഇതാണ്. റോക്കറ്റിന്റെ കൂടെ കയറ്റി വിടും. മുകളിൽ പോകുമ്പോഴായിരിക്കും വാണം പൊട്ടൊക്കെ ഇങ്ങനെ ഓരോ പീസായിട്ട് കിടക്കും. ന്യൂയോർക്കിലെ ജയിലിൽ പുള്ളി ഒന്നുമില്ലായിരിക്കും. എനിക്ക് ഏത് ഡ്രസ് ഇട്ടാലും ചെയ്യും. മമ്മി പറഞ്ഞല്ലേ? മമ്മി പറഞ്ഞിട്ട് കോമഡിക്ക് സത്യമായിട്ടാണ് കമ്പനി. അക്ഷയ കഴിച്ച ഒരു 3 പവന്റെ മാല ഉണ്ടാകും. അതെനിക്ക് പറഞ്ഞില്ല. ആ കമ്പനിയുടെ പുറത്തൊന്ന് മറിക്കാൻ കൊടുത്തതാണ്. പിന്നെ 2 സിമ്മാണ് സ്വിച്ച് ഓഫ് അക്ഷയുടെ മൊബൈലിൽ. അതേപോലെ ആളുടെ ഫുട്ബോൾ കളിക്കാൻ എന്താ അറിയാമോ? അക്ഷയനെ കഴുത്തിട്ട് അച്ഛനല്ലേ അതാരാണെങ്കിലും വീട് പണിയെ ചാച്ചു കൊടുത്തു. വീട് പണിയപ്പോ അവന്റെ പൈസക്കല്ലേ, ഇവന്റെ പൈസക്കല്ലേ പണി ചെയ്യണത്. നാട്ടുകാര് പറയാനുണ്ട് നിന്നെ കുറിച്ച് നിശ്ചയി. ഈ രാത്രി 11:30 ശേഷമുള്ള നിന്റെ പൈസക്കായിട്ട് പറയും. ഇതൊക്കെ പറഞ്ഞ ഇതൊക്കെ ഇടണേ ചാച്ച. ഞാൻ സൈബർ സെല്ലിലോ ജോലി ചെയ്യണമെങ്കിലേ ഞാൻ നിന്റെ
രാത്രി നീ ഏതൊക്കെ ഫ്ലൈറ്റ് കയറി ഏതൊക്കെ നീ ആശയം പറഞ്ഞേ നീ ആരാടാ ഞാൻ ആരാ വിളിക്കാം പറ ഒരു പേരെ പോകുന്നത് പറഞ്ഞത് അങ്ങനെ നിന്റെ ആരോ പറഞ്ഞു നടന്നില്ല നിന്റെ അവസ്ഥയില് എന്നെ അങ്ങനെ പറഞ്ഞവരടുത്ത് ഞാൻ കൊണ്ടുപോവാ നീ നിന്നെ പറഞ്ഞവർക്ക് നീ എന്നെ കൊണ്ടുപോകും കൊണ്ടോ അല്ല ഞാൻ കൊണ്ടുപോയി ഞാൻ നിന്നെ പറഞ്ഞ കൊണ്ടുപോയി പങ്കാളിക്കേ പങ്ക അടിയാ നിന്റെ ഓഫീസ് ഏതോ പെണ്ണുള്ള പറഞ്ഞത് ഉള്ളതന്നെയാ ആ ഇവനെ കണ്ടിട്ട് പറഞ്ഞതല്ലേ ഇവന്റെ മുഖം നല്ല ഫെമിലിയർ മുഖം എന്ന് പറഞ്ഞു അപ്പൊ ഈ സിനിമാ നടന്മാരെ ഫെമിലിയർ അല്ല അങ്ങനെ തന്നെ പറഞ്ഞു സെലിബ്രിറ്റി എത്തിക്കഴിഞ്ഞു ഇതാണ് സ്ഥലം അളിയ ഇതാണ് അളിയ എന്തിനാണ് ഇതാണ് സ്ഥലം ഇതാണ് ഈ ചെറുക്കന്റെ കാലാണ് വിഷയം ഈ ചെറുക്കന്റെ കാലിനങ്ങ് നടക്കണ്ടേ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പോവായിരുന്നു പങ്ക സാൻഡ ഊഞ്ഞാലിരിക്കണ് നമ്മളെത്തി ഇപ്പം വലിയ തിരക്കൊന്നും ഇല്ലെന്നാണ് വലിയ തിരക്കൊന്നുമില്ല അത്യാവശ്യം ഉണ്ട് തിരക്കില്ലെന്ന് ഇതൊക്കെ തിരക്കാണ് അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും ചില്ലടിക്കുക അങ്ങോട്ട് പോയാൽ വേണ്ട ആ ഭാഗത്തോട്ട് പോയാൽ നമുക്ക് ചില്ലടിക്കാം പക്ഷെ ചെറുക്കൻ്റെ കാല് വിഷയമായതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പറ്റൂല അപ്പം എന്നാലും നമുക്ക് പോയി നോക്കാം അവിടെ പോകട്ടെ അങ്ങോട്ട് പോയി നോക്കാം ഓ അവിടെ പോയി അളിയ ആ ചെറുക്കൻ്റെ കാല് കൊള്ളാല്ലേ ചുമ്മാ വായി നോക്കാം അങ്ങോട്ട് പറയാൻ നല്ല ആളാണ് വായി നോക്കല്ല നിന്റെ അടുത്ത് നമ്മൾ പപ്പാനി എടുത്ത് പോവുകയാണ് പപ്പാനി അടി പപ്പാനിക്ക് ഉമ്മ കൊടുക്കുന്നത് എല്ലാം കൊടുക്കാൻ പോലെ അടു കൊടുത്ത് ഒരേം കൊടുക്കണോ എനിക്ക് കൊടുക്കണ്ട പക്കിയാടാ such a bad language. അപ്പം ഇന്നത്തെ ചെറിയ കുട്ടി വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പം അടുത്ത വീഡിയോ മാക്സിമം നല്ലപോലെ ആക്കാൻ നോക്കാം. ഓക്കെ, അപ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എന്നാണ് റിപ്പോർട്ട് ഒന്നും അടിച്ചു കളയല്ലേ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. ബൈ.